ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ മിഷൻ PSC. ഞാൻ ശ്രീജ സി സുന്ദർ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയെക്കുറിച്ചാണ്. ഇത് ഭരണഘടനയെക്കുറിച്ചുള്ള മൂന്നാമത്തെ ക്ലാസ് ആണ് കേട്ടോ. ആദ്യത്തെ 2 ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകൾ കാണുക, പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക, ആത്മാർത്ഥമായി തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഭരണഘടനാ നിയമനിർമ്മാണ സമിതി, ഈ ഒരു ഭാഗത്ത് നിന്നും PSC എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഇവിടെ തന്നിരിക്കുന്ന എല്ലാ വർഷങ്ങളായിക്കോട്ടെ, നമ്പേഴ്സ് ആയിക്കോട്ടെ, എല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് പഠിക്കാം. അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി എപ്പോഴാണ് രൂപീകൃതമായത്? 1946 ഡിസംബർ 6-ാം തീയതിയാണ്. എപ്പോഴാണ്? 1946 ഡിസംബർ 6-നാണ്. 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത്. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ യോഗം ചേർന്നത് എപ്പോഴാണ്? 1946 ഡിസംബർ 9-നാണ്. ഡിസംബർ 6-ാം തീയതി രൂപീകൃതമായി ഡിസംബർ 9-ാം തീയതിയാണ് ആദ്യത്തെ യോഗം ചേർന്നത്. അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് എപ്പോഴാണ്? 1946 ഡിസംബർ 9-നാണ്. ഇനി ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ്? 207 പേരാണ്. എത്ര പേരാണ്? 207 പേരാണ് കേട്ടോ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം 1946 ഡിസംബർ 9-ന് സമ്മേളിച്ച സമയത്ത് എത്ര പേരാണ് അതിന്റെ ആ ഒരു സമ്മേളനത്തിൽ, ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്? 207 പേരാണ്. 207 പേരാണ്. ഈ 207 പേരിൽ എത്ര വനിതകൾ ഉണ്ടായിരുന്നു? അതായത് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം എത്രയാണ്? 9 ആണ് കേട്ടോ. എത്രയാണ്? 9 ആണ്. ആദ്യ സമ്മേളനത്തിൽ എത്ര വനിതകളാണ് ഉണ്ടായിരുന്നത്? 9 പേരാണ് ഉണ്ടായിരുന്നത്. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? JB കൃപാലാനിയാണ് കേട്ടോ. ആരാണ്? JB കൃപാലാനിയാണ്. ആദ്യ സമ്മേളനത്തിന്റെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ അല്ലെ? ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. എന്നാൽ സ്ഥിരം അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തത് എപ്പോഴാണ്? 1946 ഡിസംബർ 11-നാണ്. ആ ഒരു ഡേറ്റും ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴാണ് സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുത്തത്? 1946 ഡിസംബർ 11-നാണ്. അപ്പോൾ 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത്. അതിന്റെ ആദ്യത്തെ യോഗം ചേർന്നത് 1946 ഡിസംബർ 9-നാണ്. അതിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ്? 207 ആണ്. പങ്കെടുത്ത വനിതകളുടെ എണ്ണം 9 ആണ് കേട്ടോ. എത്രയാണ്? 9 ആണ്. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപാലാനിയാണ്. താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് കേട്ടോ. ഇനി അദ്ദേഹം എപ്പോഴാണ് സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? 1946 ഡിസംബർ 11-നാണ്. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാരാരൊക്കെയാണ്? HC മുഖർജിയും VT കൃഷ്ണമാചാരിയുമാണ്. ആരൊക്കെയാണ്? HC മുഖർജിയും VT കൃഷ്ണമാചാരിയുമാണ്. ഇനി ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എപ്പോഴാണ്? 1946 ഡിസംബർ 13-നാണ്. 1946 ഡിസംബർ 13-നാണ്. ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ 1946 ഡിസംബർ 13-ന് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ആരാണ് അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു ആണ്. പിന്നീട് ലക്ഷ്യപ്രമേയമാണ് കേട്ടോ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ആരംഗീകരിച്ചിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി ലക്ഷ്യപ്രമേയം മാറിയത്? ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ അംഗങ്ങളാണ് അല്ലെ. ഇനി ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി അംഗീകരിച്ചത് എപ്പോഴാണ്? 1947 ജനുവരി 22-നാണ്. അപ്പോൾ 1946 ഡിസംബർ 13-ന് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് 1947 ജനുവരി 22-ന്
ആരംഗീകരിച്ചത്? ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിച്ചത്. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രാവിശ്യകളിൽ നിന്നും ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഓരോ ആളുകൾക്കും എത്ര സീറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? 208 സീറ്റാണ് കോൺഗ്രസ് നേടിയത്. എത്രയാണ്? 208 സീറ്റാണ് കോൺഗ്രസ് നേടിയത്. മുസ്ലിം ലീഗിന് 73 സീറ്റാണ് ലഭിച്ചത് കേട്ടോ. ആ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന് 73 സീറ്റാണ് ലഭിച്ചത്. ബാക്കിയുള്ള 15 സീറ്റ് ആരാണ് കൊണ്ടുപോയത്? സ്വതന്ത്രരും നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രാവിശ്യകളിൽ നിന്നും ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 208 സീറ്റ് കിട്ടി. മുസ്ലിം ലീഗ് 73 സീറ്റും ബാക്കിയുള്ള 15 സീറ്റും ആരാണ് നേടിയത്? സ്വതന്ത്രരുമാണ് നേടിയത്. അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ ഉപാധ്യക്ഷന്മാർ ആരൊക്കെയാണ്? HC മുഖർജിയും VT കൃഷ്ണമാചാരിയുമാണ് അല്ലെ. അതുപോലെ തന്നെ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13-നാണ്. ആരാണ് അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. ഈ ലക്ഷ്യപ്രമേയത്തെ നിയമനിർമ്മാണ സമിതി അംഗീകരിച്ചത് എപ്പോഴാണ്? 1947 ജനുവരി 22-നാണ്. ഈ വർഷങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 1947 ജനുവരി 22-നാണ് ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി അംഗീകരിച്ചത്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രാവിശ്യകളിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ 208 സീറ്റ് കോൺഗ്രസിനും 73 സീറ്റ് മുസ്ലിം ലീഗും ബാക്കി വരുന്ന 15 സീറ്റ് ആരാണ് നേടിയത്? സ്വതന്ത്രരും നേടി. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ആകെ ഉണ്ടായിരുന്ന അംഗങ്ങൾ എത്രയാണ്? 389 അംഗങ്ങളാണ്. എത്രയാണ്? 389 അംഗങ്ങളാണ് അല്ലെ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 389 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രാവിശ്യകളിൽ നിന്നും എത്ര പേരുണ്ടായിരുന്നു? 296 പേരാണ് കേട്ടോ. ഈ നമ്പേഴ്സ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രാവിശ്യകളിൽ നിന്നും എത്ര പേരുണ്ടായിരുന്നു? 296 പേരായിരുന്നു അല്ലെ. അതുപോലെ തന്നെ 11 ഗവർണർമാരുടെ പ്രാവിശ്യകളിൽ നിന്നും എത്ര പേരുണ്ടായിരുന്നു? 292 പേരാണ്. അതായത് ഈ 296-ൽ 11 ഗവർണർമാരുടെ പ്രാവിശ്യകളിൽ നിന്നും 292 പേരും ചീഫ് കമ്മീഷണർമാരുടെ പ്രാവിശ്യകളിൽ നിന്നും എത്ര പേരുണ്ടായിരുന്നു? 4 പേരുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രാവിശ്യകളിൽ നിന്നും 296 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 11 ഗവർണർമാരുടെ പ്രാവിശ്യയിൽ നിന്നും 292 പേരും ചീഫ് കമ്മീഷണർമാരുടെ പ്രാവിശ്യയിൽ നിന്നും എത്ര പേരായിരുന്നു? 4 പേരുമാണ് ഉണ്ടായിരുന്നത്. ഈ മൊത്തം അംഗങ്ങളിൽ, അതായത് 389 അംഗങ്ങളിൽ 93 പേർ എവിടെ നിന്നുള്ളവരായിരുന്നു? പ്രിൻസിലി സ്റ്റേറ്റിൽ നിന്നുള്ളവരായിരുന്നു. അതായത് പ്രിൻസിലി സ്റ്റേറ്റ്സിൽ നിന്നും എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 93 പേരാണ് ഉണ്ടായിരുന്നത്. എത്രയാണ്? 93 പേരാണ് ഉണ്ടായിരുന്നത്. ഇനി ഇന്ത്യ വിഭജനത്തിന് ശേഷം അംഗങ്ങളുടെ എണ്ണം എത്രയായി? 299 ആയി അല്ലെ. കുറയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്ത്യ വിഭജനത്തിന് ശേഷം അംഗങ്ങളുടെ എണ്ണം എത്രയായി കുറഞ്ഞു? 299 ആയി കുറഞ്ഞു. ആദ്യം എത്രയായിരുന്നു? 389 ആണ് അല്ലെ. 389 അംഗങ്ങളിൽ നിന്നും എത്ര അംഗങ്ങളായി കുറഞ്ഞു? 299 അംഗങ്ങളായി കുറഞ്ഞു. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രാവിശ്യകളുടെ അംഗസംഖ്യ എത്രയായിരുന്നു? 296 ആയിരുന്നു അല്ലെ. ഈ 296-ൽ നിന്നും ഇന്ത്യ വിഭജനത്തിന് ശേഷം 229-ലേക്കും പ്രിൻസ്ലി സ്റ്റേറ്റിലെ അംഗങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 93 ആയിരുന്നു അല്ലെ. ഈ 93-ൽ നിന്നും 70-ലേക്കും ചുരുങ്ങി. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ടോട്ടൽ എത്രയായിരുന്നു? 389 ആയിരുന്നു അല്ലെ. വിഭജനത്തിന് മുൻപ് 389-ഉം വിഭജനത്തിന് ശേഷം അത് 299-മായി. അതിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രാവിശ്യകളിൽ, അതായത് വിഭജനത്തിന് മുൻപ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രാവിശ്യകളിൽ നിന്നും 296 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. വിഭജനത്തിന് ശേഷം അത് 229-ആയി കുറഞ്ഞു. പ്രിൻസിലി സ്റ്റേറ്റ്സിൽ നിന്നും 93 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് പിന്നീട് വിഭജനത്തിന് ശേഷം 70-ലേക്ക് ചുരുങ്ങി. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ വനിതാ അംഗങ്ങൾ എത്രയാണ്? 17 പേരാണ്. എത്രയാണ്? 17 പേരാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ വനിതാ അംഗങ്ങൾ എത്രയായിരുന്നു? 17 ആയിരുന്നു അല്ലെ. വിഭജനത്തിന് ശേഷം വനിതകളുടെ എണ്ണം എത്രയായി ചുരുങ്ങി? 15-ആയി ചുരുങ്ങി. അപ്പോൾ വിഭജനത്തിന് മുൻപ് 17 പേരായിരുന്നു. പിന്നീട് വിഭജനത്തിന് ശേഷം എത്രയായി? 15 പേരായി. അതുപോലെ തന്നെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ മലയാളി അംഗങ്ങൾ എത്ര പേരാണ്? 17 പേരാണ് കേട്ടോ. വനിതകൾ ഉൾപ്പെടെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ മലയാളി അംഗങ്ങൾ 17 പേരാണ്. അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ മലയാളി വനിതകൾ എത്രയാണ്? ടോട്ടലായിട്ട് 17 വനിതകളാണ് ഉള്ളത്. ടോട്ടലായിട്ട് മലയാളികൾ എത്രയായിരുന്നു? 17 പേരാണ്.
ഇനി മലയാളി വനിതകൾ എത്ര പേരുണ്ടായിരുന്നു? 3 പേരായിരുന്നു അല്ലെ? എത്ര പേരായിരുന്നു? 3 പേരാണ്. ആരൊക്കെയാണ്? ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായിനി വേലായുധൻ. ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായിനി വേലായുധൻ. ഇതിൽ ആനി മസ്ക്രീൻ തിരുവിതാംകൂറിൽ നിന്നുള്ള അംഗമാണ് കേട്ടോ. ആനി മസ്ക്രീൻ തിരുവിതാംകൂറിലെ അംഗമാണ്. അമ്മു സ്വാമിനാഥനും ദാക്ഷായിനി വേലായുധനും എവിടെ നിന്നാണ്? മദ്രാസിൽ നിന്നാണ് അല്ലെ? അമ്മു സ്വാമിനാഥനും ദാക്ഷായിനി വേലായുധനും മദ്രാസിൽ നിന്നാണ് കേട്ടോ. ദാക്ഷായിനി വേലായുധൻ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള അംഗമാണ് എന്ന കാര്യം കൂടി പഠിച്ചു വെക്കുക. അതുമാത്രമല്ല ഹൗസ് കമ്മിറ്റിയിൽ അംഗമായ ഒരു വ്യക്തിയാണ് ആര്? അമ്മു സ്വാമിനാഥൻ. ഹൗസ് കമ്മിറ്റിയിൽ അംഗമായ ഒരു വ്യക്തി കൂടിയായിരുന്നു അമ്മു സ്വാമിനാഥൻ. അപ്പോൾ ആനി മസ്ക്രീൻ തിരുവിതാംകൂറാണ്. അമ്മു സ്വാമിനാഥനും ദാക്ഷായിനി വേലായുധനും മദ്രാസിൽ നിന്നുമാണ്. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സമിതി സ്വതന്ത്ര ഇന്ത്യയുടെ നിയമനിർമ്മാണ സമിതി ആയത് എപ്പോഴാണ്? 1947 ഓഗസ്റ്റ് 15-നാണ്. എപ്പോഴാണ്? 1947 ഓഗസ്റ്റ് 15-നാണ്. അതുപോലെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ മുദ്രയായി തിരഞ്ഞെടുത്തത് എന്തിനെയാണ്? ആനയെയാണ് കേട്ടോ. എന്തിനെയാണ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്? ആനയെയാണ്. അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 17 വിഭജനത്തിന് ശേഷം അത് എത്രയായി കുറഞ്ഞു? 15 കുറഞ്ഞു അല്ലെ? അതുപോലെ തന്നെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ മലയാളി അംഗങ്ങൾ 17 കേട്ടോ. വനിതകൾ ഉൾപ്പെടെയാണ് മലയാളി അംഗങ്ങൾ 17 എന്ന് പറയുന്നത്. ഇനി മലയാളി വനിതകളുടെ എണ്ണം എത്രയാണ്? 3 പേരാണ് അല്ലെ? മലയാളി വനിതകൾ എത്രയായിരുന്നു? 3 പേരാണ്. ആരൊക്കെയാണ്? ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായിനി വേലായുധൻ. ഇതിൽ ആനി മസ്ക്രീൻ തിരുവിതാംകൂറിൽ നിന്നുള്ള അംഗമാണ്. അമ്മു സ്വാമിനാഥനും ദാക്ഷായിനി വേലായുധനും മദ്രാസിൽ നിന്നുള്ള അംഗങ്ങളാണ്. ദാക്ഷായിനി വേലായുധൻ ഏത് വിഭാഗമാണ്? ദളിത് വിഭാഗത്തിൽ നിന്നുള്ള അംഗമാണ് കേട്ടോ. ദാക്ഷായിനി വേലായുധൻ ദളിത് വിഭാഗത്തിലെ അംഗമാണ്. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സമിതി സ്വതന്ത്ര ഇന്ത്യയുടെ നിയമനിർമ്മാണ സമിതി ആയത് എപ്പോഴാണ്? 1947 ഓഗസ്റ്റ് 15-നാണ്. മുദ്രയായി തിരഞ്ഞെടുത്തത് എന്തിനെയാണ്? ആനയെയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതിലെ വർഷങ്ങളായിക്കോട്ടെ ഈ നമ്പേഴ്സ് ആയിക്കോട്ടെ എല്ലാം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പേരുകളും ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക, ആത്മാർത്ഥമായി തന്നെ പഠിക്കുക കേട്ടോ. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.